ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ചിനായി ലോകം കലണ്ടർ നോക്കി കാത്തിരിക്കാറുണ്ടോ? ഉത്തരം അതെ എന്നാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ എത്തുമ്പോൾ ടെക് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരിയുക ആ ഒരൊറ്റ വേദിയിലേക്കാണ്, ആപ്പിളിന്റെ ഐഫോൺ ലോഞ്ച്. കാരണം അടുത്ത ഒരു വർഷത്തേക്കുള്ള മുഴുവൻ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയുടെയും ട്രെൻഡാണ് അവിടെ തീരുമാനിക്കപ്പെടുന്നത്. ഇത്തവണ ആ വേദിയിലേക്ക് എത്തുന്നത് ഐഫോൺ 18 പ്രോയും 18 പ്രോ മാക്സും മാത്രമല്ല, ഏറെ നാളുകളായി ഐഫോൺ പ്രേമികൾ അക്ഷമരായി കാത്തിരിക്കുന്ന ആദ്യ ഫോൾഡബിൾ ഫോൺ കൂടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. അത് സത്യമാകുമോ? പുതിയ ഐഫോണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? നമുക്ക് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാംസങ്ങും ഗൂഗിളും വിവോയും ഫോൾഡബിൾ ഫോണുകൾ വർഷങ്ങളായി പുറത്തിറക്കുന്നു. പക്ഷേ ആപ്പിൾ ഇന്നും അത് ഔദ്യോഗികമായി മൗനം തുടരുകയാണ്. ഇക്കാര്യത്തിൽ ആപ്പിൾ പിന്നിലായി പോയി എന്നാണ് ടെക് ലോകത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ ആപ്പിളിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അവർക്ക് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ ആദ്യം ഇറക്കാനായി മത്സരിക്കുന്ന പതിവില്ല. പക്ഷേ ഇറക്കുമ്പോഴൊക്കെ വിപണിയെ അത് വലിയ തരത്തിൽ സ്വാധീനിക്കാറുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ആപ്പിളിന്റെ ആദ്യ ഫോൾഡബിൾ ഐഫോൺ സെപ്റ്റംബറിൽ ലോകത്തിന് മുന്നിലെത്തും. 2 ഘട്ടങ്ങളിലായി ആയിരിക്കും ഇത്തവണ ആപ്പിളിന്റെ ലോഞ്ച്. സാധാരണ മോഡലുകളായ ഐഫോൺ 18, ഐഫോൺ 18e, പുതിയ ഐഫോൺ എയർ എന്നിവ 2027 തുടക്കത്തിൽ മാത്രമേ വിപണിയിലെത്തൂ. ഈ വർഷം സെപ്റ്റംബറിലെ ഇവൻ പ്രീമിയം മോഡലുകളായ പ്രോ, പ്രോമാക്സ് പിന്നെ ഫോൾഡബിൾ ഐഫോൺ എന്നിവയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സീരീസിലെ ഏറ്റവും വലിയ അപ്ഗ്രേഡ് ക്യാമറയിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോണിയുടെ പുതിയ IMX 905 സെൻസറിനൊപ്പം ആപ്പിൾ ചരിത്രത്തിൽ ആദ്യമായി വേരിയബിൾ അപ്പാച്ചർ സാങ്കേതിക വിദ്യയും കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ കണ്ണുകൾ ഇരുട്ടും വെളിച്ചവും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നോ അതുപോലെ ക്യാമറയും വെളിച്ചത്തിനനുസരിച്ച് സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ മിഴിവാർന്ന ചിത്രങ്ങൾ കിട്ടും. പോർട്രേറ്റുകൾ കൂടുതൽ നാച്ചുറൽ ആകും. വീഡിയോകൾ കൂടുതൽ സിനിമാറ്റിക് ആകും. പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റർമാരെ സംബന്ധിച്ച് ഇത് വലിയ അപ്ഗ്രേഡ് തന്നെയായിരിക്കും. സ്പെക്സിലേക്ക് വരികയാണെങ്കിൽ 18 പ്രോ മോഡലുകളുടെ ഏറ്റവും വലിയ സവിശേഷത അതിനുള്ളിലെ A20 പ്രോ ചിപ്പായിരിക്കും. 2 നാനോമീറ്റർ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കപ്പെടുന്ന ചിപ്പുകൾ മുൻ ജനറേഷനേക്കാൾ കൂടുതൽ വേഗം, മികച്ച AI പ്രകടനം, കുറഞ്ഞ ബാറ്ററി ഉപയോഗം എന്നിവ ഉറപ്പാക്കുന്നു. ഗെയിമിംഗ് മുതൽ 4K വീഡിയോ എഡിറ്റിംഗ് വരെ ഐഫോൺ യൂസേഴ്സിന് ഇനി കൂടുതൽ സ്മൂത്ത് ആയ അനുഭവമായിരിക്കും സമ്മാനിക്കുക. 14 പ്രോ മുതൽ ഐഫോണിന്റെ ഐഡന്റിറ്റി ആയി മാറിയ ഡൈനാമിക് ഐലൻഡ് ഇത്തവണ കൂടുതൽ ചെറുതാകുമെന്നാണ് കരുതുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഐഫോൺ അണ്ടർ ഡിസ്പ്ലേ ഫേസ് ഐഡി കൂടി അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ സ്ക്രീനിന് കൂടുതൽ സ്പേസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ഡാർക്ക് ചെറി, ലൈറ്റ് ബ്ലൂ, സിൽവർ ഗ്രേ എന്നിങ്ങനെ പുതിയ കളർ ഓപ്ഷനുകളും പുതിയ സീരീസിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോഞ്ചിങ്ങിന്റെ ഔദ്യോഗിക തീയതി ഇതുവരെ ആപ്പിൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ആപ്പിൾ ലോഞ്ചുകളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ പ്രമുഖ ടെക് അനലിസ്റ്റ് മാർക്ക് ഗൂർമാന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷത്തെ ആപ്പിൾ ഇവന്റ് 2026 സെപ്റ്റംബർ 8 ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ സെപ്റ്റംബർ 9 ബുധനാഴ്ചയോ നടക്കാനാണ് സാധ്യത. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സൗകര്യവും വിവിധ രാജ്യങ്ങളിലെ സമയവും കണക്കിലെടുത്താണ് ആപ്പിൾ സാധാരണ ഇവന്റ് തീയതി തീരുമാനിക്കാറുള്ളത്. അതുകൊണ്ട് സെപ്റ്റംബർ 9 കൂടുതൽ സാധ്യതയെന്നാണ് ഗൂർമാൻ വിലയിരുത്തുന്നത്. അതായത് ഇനി ഏകദേശം 2 മാസത്തിനുള്ളിൽ തന്നെ ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഡിവൈസുകൾ ഐഫോൺ പ്രേമികളുടെ കയ്യിലെത്തുമെന്ന് സാരം.